1700-നടുത്ത് ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ആദിവാസി പുനരധിവാസ മേഖലകളിൽ ഒന്നാണ് ആറളം ഫാം. ഈ മേഖല ഇന്ന് കുപ്രസിദ്ധമാകുന്നത് കാട്ടാന കൊലകൾ കൊണ്ടാണ്. ആന മാത്രമല്ല ശല്യം, കേരളത്തിലെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുടെ കേന്ദ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഇത്. 2014 ഫാമിലെ രേഖപ്പെടുത്തിയ ആദ്യ കാട്ടാനക്കൊല. പിന്നെ അത് ഏറി വന്നു. 10 കൊല്ലം കൊണ്ട് ആറളത്തെ 17 ജീവനുകൾ കാട്ടാനക്കലിയിൽ പൊലിഞ്ഞു. ആനകളുടെ ആവാസ വ്യവസ്ഥയിൽ മനുഷ്യരുടെ ആവാസ മേഖലയിൽ ആനയോ കയറുന്നത് എന്ന തരം തർക്കങ്ങൾ അർത്ഥശൂന്യമാണ്. ആറളം ഫാം ഒരു നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. അവിടെ 1700ഓളം മനുഷ്യർ ജീവിക്കുന്നുണ്ട്. അവർക്ക് ജീവിച്ചേ തീരൂ. എപ്പോൾ വേണമെങ്കിലും കാട്ടാനക്കൊമ്പിൽ കോർത്ത് ചവിട്ടി അരയ്ക്കുമെന്ന് ഭയന്ന് ജീവിക്കുന്ന മനുഷ്യർ. ഇന്നും ഈ ദിവസവും ഉണ്ടായി ആക്രമണം. ബ്ലോക്ക് 3-ലെ ചെത്തുതൊഴിലാളി പ്രസാദിനെ ആന ആക്രമിച്ചു. വാരിയലുകൾക്ക് പരിക്കേറ്റു. ജീവൻ കയ്യിലെടുത്ത് പിടിച്ച് ജീവിക്കുകയാണ് ഇവർ. ഇനി ഒരാളെ ആന കൊന്നാലും മറ്റ് കുടിയേറ്റ മേഖലകളിൽ കാണുന്ന അളവിലും തീവ്രതയിലും പ്രതിഷേധവും ഉപരോധവും ഒന്നും ഉണ്ടായില്ലെന്ന് വരും. ഒറ്റ രാത്രിയോ പകലോ കൊണ്ട് ജീവിതം മാറിമറിയുമെന്ന യാഥാർത്ഥ്യത്തെ നിർബന്ധപൂർവ്വം ഉൾക്കൊണ്ട് കഴിയുന്നവരാണിവർ. നിസ്സംഗതയാണ്, നിരാശയാണ്. അധിവസിക്കുന്നത് ആദിവാസികളായതുകൊണ്ടാണ് ഈ ഉദാസീനത എന്ന ആരോപണങ്ങളെ നിസ്സാരമായി തള്ളാൻ സർക്കാരിനാവില്ല. ഒരു റിപ്പോർട്ട് കാണാം 59 സെക്കൻഡിൽ. ആനയിറങ്ങി മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുന്നു, ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ആറളത്തെ യാഥാർത്ഥ്യം. കാരണം തെരയാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ഓപ്പറേഷൻ എലിഫന്റ് പദ്ധതിയുടെ അശാസ്ത്രീയമായ നടത്തിപ്പ്, ദ്രുതകർമ്മസേനയിലെ ജീവനക്കാരുടെ കുറവ്, വനമായി മാറിയ ഉപേക്ഷിക്കപ്പെട്ട ജനവാസ കേന്ദ്രങ്ങൾ, ഇതാണ് ആറളം ഫാമിന്റെ ഇപ്പോഴത്തെ ദുരിതാവസ്ഥയുടെ അടിസ്ഥാനം. കാട്ടിൽ ആന പെരുകുന്നു. 7500 ഏക്കർ വിസ്തൃതമായ വിശാല ഭൂമി നിരീക്ഷിക്കാൻ ആകെ 12 RRT ഉദ്യോഗസ്ഥർ, 9 വാച്ചർമാർ. ആനകളാകട്ടെ 80-ലേറെയും. 10 വർഷത്തിനിടെ കാട്ടാന കൊന്നത് 17 പേരെ. ഇപ്പോൾ കൂടുതൽ RRTക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. ആനകളെ ഫാമിൽ നിന്നും തുരത്താനാണ് വനം വകുപ്പ് ശ്രമിക്കുന്നത്. വാച്ചർമാർ കൂടുതൽ വന്നാൽ ആനകൾ കാടുകയറി പോകുമോ? ഇല്ല, ആനയ്ക്കെന്താ അതിർത്തി? കാടുകയറ്റിയ ആനയെല്ലാം തിരികെ ഫാമിലെത്തും. 2023 സെപ്റ്റംബറിൽ ആരംഭിച്ച ആനമതിൽ നിർമ്മാണം ഇപ്പോഴും തൃശങ്കുവിലാണ്. ഇതുവരെ തീർന്നത് 4 കിലോമീറ്റർ മാത്രം. മതിലില്ലാത്ത ഭാഗം വഴി കാട്ടാനകൾ കൂട്ടത്തോടെ പുനരധിവാസ മേഖലയിൽ കയറും. ആനക്കൂട്ടത്തെ എത്ര കാലം നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കും? സനീഷ, കേരളത്തിലെമ്പാടും നിലനിൽക്കുന്ന ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ എന്നത്. അല്ലെങ്കിൽ നിരന്തരം മനുഷ്യർ ആക്രമിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ ആറളം ഫാമിൻ്റെ പ്രത്യേകത എന്നതുകൂടി നമ്മൾ സൂക്ഷ്മമായി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം അത്രയധികം ആദിവാസികൾ വസിക്കുന്ന ഒരു സ്ഥലം, ഏറ്റവും വലിയ ആദിവാസി പുനരധിവാസ മേഖലകളിൽ ഒന്നാണ് ആറളം ഫാം എന്നതാണ്. അവിടെ 7500 ഏക്കറിലാണ് ഈ ആറളം ഫാം സ്ഥിതി ചെയ്യുന്നത്. 4000 ഏക്കറിൽ ഫാമാണ്, 3500 ഏക്കർ പുനരധിവാസ മേഖലയുമാണ് അവിടെ. ആദ്യം ഉണ്ടായിരുന്നത് 3000-ലേറെ ആദിവാസി കുടുംബങ്ങളായിരുന്നു ആറളം ഫാമിൻ്റെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത്. നിലവിലുള്ളത് 1700-നടുത്ത് കുടുംബങ്ങൾ മാത്രമാണ്. ബാക്കിയുള്ളവർ അവിടെ നിന്നിട്ട് രക്ഷപ്പെട്ടു. നിരവധി പേർ വീട് ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. പല സ്ഥലങ്ങളിലും ഇത് ഇങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ. കാട്ടാന ആക്രമണത്തിൽ രേഖപ്പെടുത്തിയ ആദ്യ മരണം 2014 നമ്മൾ നേരത്തെ പറഞ്ഞു. അതിനുശേഷം 10 വർഷത്തിനിടെ ഫാമിൽ കൊല്ലപ്പെട്ടത് 17 പേരാണ്. അതായത് ആ ഫാമിലേക്ക് നിരന്തരമായ കാട്ടാന ശല്യമായി മാറിയിരിക്കുന്നു. പൊറുതിമുട്ടി 2 പേർ ജീവനൊടുക്കി. അങ്ങനെയാണ് അവസ്ഥ. അതായത് മറ്റൊരു മാർഗമില്ല. ആനയെ പേടിച്ച് ഗ്രാമം അന്തി ഉറങ്ങുന്നത് വീടിന് മുകളിലാണ്. വീടിന് മുകളിൽ കിടന്നുറങ്ങിയാണ് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ദിവസേന ഈ ആക്രമണങ്ങൾ ആവർത്തിക്കുന്നു എന്നതാണ് ആറളം ഫാമിലെ ഏറ്റവും വലിയ പ്രശ്നം. ഇതുവരെ 25 കോടിയുടെ കൃഷിനാശം ഈ ആറളം ഫാമിൽ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ആദിവാസികളെ പുനരധിവസിപ്പിച്ചത് കൊടുങ്കാടിനോട് ചേർന്നാണ് എന്നതാണ് ഏറ്റവും വലിയ പിഴവായത്. ഫാം സ്ഥാപിച്ചത് താരതമ്യേന അകലെയുള്ള ഭാഗത്താണ്. അതായത് സാധാരണ ആളുകൾക്ക് മറ്റ് മേഖലകളുമായി ഒരു ബന്ധമില്ലാത്ത സ്ഥലത്താണ്. തുടക്കത്തിൽ ഫാമിലുണ്ടായിരുന്നത് 15 കാട്ടാനകളാണ്. ഈ ഫാം തുടങ്ങുന്ന സമയത്ത് 15 കാട്ടാനകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴുള്ളത് 85-ലധികം കാട്ടാനകളാണ്. 85-ലധികം കാട്ടാനകൾ. ആനകളുടെ ഈ പരിചിത ആവാസ വ്യവസ്ഥയാണ് അത് എന്നുള്ളത് ആണ് ഒരു പ്രശ്നം. അവിടെ കൊണ്ടുപോയി ആളുകളെ താമസിപ്പിച്ചു എന്നത് തന്നെയാണ്. കാട് കയറ്റിയാലും ഈ ആനകൾ അവിടേക്ക് തന്നെ തിരിച്ചെത്തും എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. പഴയ ആനമതിലിനായി 15 കോടി രൂപയാണ് മുമ്പ് ആനമതിലിനായി മുടക്കിയത്. ഇപ്പോഴും 4 കിലോമീറ്റർ എത്തിയിട്ടുള്ളൂ. ട്രെഞ്ച്, റെയിൽ ഫെൻസിങ്, സോളാർ ഫെൻസിങ്, ഇതൊക്കെ പരീക്ഷിച്ചു. ഇതെല്ലാം പരാജയമാണ്. അത് കേരളത്തിൽ പല ഭാഗത്തും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ആനകളെ തുരത്തിക്കാട് കയറ്റുന്നത് ഏറ്റവും അശാസ്ത്രീയമായ കാര്യങ്ങളിലൊന്നാണ്. ഇത് ഏത് കാട്ടിലേക്ക് കയറ്റും എന്നാണ്. അവിടെ നിന്ന് വിട്ടാൽ വീണ്ടും തിരിച്ച് ഈ കാട്ടിലേക്ക്, ആറളം ഫാമിലേക്ക് തന്നെ തിരിച്ചെത്തും. ആവശ്യത്തിന് RRT ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഇല്ല എന്ന പ്രശ്നവും അവിടെയുണ്ട്. ഇപ്പോൾ ഇത് ആദിവാസി മേഖലയാണ്. വലിയ പ്രതിഷേധങ്ങൾ ഉയരില്ല. മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് വലിയ പ്രതിഷേധങ്ങൾ ഉയരില്ല എന്ന പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം 2023 സെപ്റ്റംബറിൽ പുതിയ ആനമതിൽ
നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. 2023 സെപ്റ്റംബറിൽ 10 കിലോമീറ്ററിൽ ഇതുവരെ പൂർത്തിയായത് 4 കിലോമീറ്റർ മാത്രമാണ്. മൊത്തം 10 കിലോമീറ്റർ ഉണ്ട്, അതിൽ 4 കിലോമീറ്റർ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ഈ ആനമതിൽ പൂർത്തിയായാലും ഈ പ്രശ്നം അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. അനാസ്ഥ സംഭവിച്ചുവെന്ന് വനമന്ത്രി തന്നെ കുറ്റസമ്മതം നടത്തുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതാണ് അവസ്ഥ. ഒപ്പം ഇത് ഉടൻ പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി അന്ത്യശാസനം കൊടുത്തിട്ടൊക്കെയുണ്ട്. പക്ഷേ അതിങ്ങനെ അതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നതാണ്. ഏപ്രിലിൽ പൂർത്തിയാക്കുമെന്ന് ഇപ്പോൾ കരാറുകാരന് ഉറപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് എത്ര പേർ കൊല്ലപ്പെടും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പരിഹാരം കണ്ടെത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ തുടരുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ചിന്നക്കനാലിൽ, എൻ്റെ നാട്ടിൽ അവിടെ ഇടുക്കിയിൽ ചിന്നക്കനാലിൽ ഇതുപോലെ മുമ്പ് ആളുകളെ കൂടിയിട്ട് നമ്മൾ ഇവനെ കൊണ്ടുപോയല്ലോ, ഏതാണ് ഒരു കൊമ്പനെ കൊണ്ടുപോയാൽ അരിക്കൊമ്പൻ അത് തന്നെ പേര് മറന്നുപോയി പെട്ടെന്ന്. അരിക്കൊമ്പൻ ശല്യമായത് ആർക്ക് എന്ന് നോക്കിയാൽ ഒന്നാമത് ശല്യമായത് അവിടുത്തെ ആദിവാസികൾക്കാണ്. അവിടെ ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഈ ആനകളുടെ താവളത്തിനുള്ളിൽ സ്ഥാപിച്ചു എന്നുള്ളത്. ഇത് തന്നെയാണ് ആറളത്ത് സംഭവിച്ചിട്ടുള്ളത്. ആറളത്ത് അത് ആ ഫാം ഇങ്ങനെ ട്രൈബൽ സെറ്റിൽമെൻറ്റായി തുടങ്ങുന്ന സമയത്ത് തന്നെ അവിടെ 15 കാട്ടാനകളുണ്ട്. അത് 85ആയി ഇപ്പോൾ മാറിയിട്ടുമുണ്ട്. ഇത് എല്ലാ സ്ഥലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണുന്നത്? ഇതിപ്പോൾ ഹർഷൻ, എനിക്ക് എപ്പോഴും ആനയുടെ ആക്രമണം, മനുഷ്യർ മരിക്കുന്ന വാർത്ത കേൾക്കുമ്പോൾ ഏറ്റവും എല്ലാവർക്കും ഉണ്ടാകുന്ന ആദ്യം ഉണ്ടാകും. പിന്നെ ആലോചിക്കുക, നമ്മളെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്, എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. അതായത് ഇതിപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന കൊച്ചിയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ ആണ് ഒരു ആന വന്നൊരു മനുഷ്യനെ ചവിട്ടിക്കൊന്നെങ്കിൽ എന്തുമാത്രം വലിയ പ്രശ്നമാണല്ലോ ഉണ്ടാവുക. അതായത് അവിടെ ഒരാൾ മരിച്ചാലും, കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒരാളെ ആന ചവിട്ടിക്കൊന്നാലും, ഈ ആദിവാസി മേഖല ആറളത്തും ഈ പറയുന്ന ചിന്നക്കനാൽ, ഇടുക്കി മേഖലകളിലൊക്കെ ഒരാൾ കൊല്ലപ്പെട്ടാലും ഒരു മനുഷ്യനാണ്, എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നത് നമ്മുടെ ബേസിക് ചിന്തയാണ്. അപ്പോൾ എല്ലാവരും തുല്യരായിരിക്കുമ്പോൾ, പക്ഷേ ആദിവാസികൾ അവിടെ കൊല്ലപ്പെടുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കുക, അത്രക്ക് വലിയ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ? അല്ലെങ്കിൽ നാളെ ഇത് സംഭവിക്കരുത്, ഇപ്പോൾ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ സംഭവിക്കാതിരിക്കട്ടെ, പക്ഷേ ഇതുപോലൊരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ ആളുകൾ എടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾ എടുക്കുന്ന നടപടികളാണോ അവിടെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്നല്ലേ നമുക്ക് നിശ്ചിതമായിട്ടും പറയാൻ പറ്റുക. ഈ ആറളം എൻ്റെ നാട്ടിലാണ്, പാനൂർ, എൻ്റെ വീടിൻ്റെ അടുത്ത് ആറളവും പാനൂരും തമ്മിൽ ഒരു 10-45 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പാനൂര് ഒരു കാട്ടുപന്നി ഒരാളെ കുത്തി കൊന്നു, ഇല്ലേ? ഞാൻ എൻ്റെ ചെറുപ്പകാലമൊക്കെ ജീവിച്ച സ്ഥലമാണല്ലോ. ഞാൻ ഇതുവരെ പാനൂരിൽ നിന്ന് കാട്ടുപന്നി ഒരാളെ കൊന്നു എന്ന വാർത്ത വരുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു സംഭവം കാട്ടുപന്നി അവിടെ ഇറങ്ങുന്നത് നമ്മുടെ ഒന്നും ഓർമ്മയിലേ ഇല്ല, എൻ്റെ ഒന്നും ഓർമ്മയിലേ എന്തായാലും ഇല്ല. അപ്പോൾ എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ അതിര് വിട്ട് ഈ വന്യജീവികൾ പുറത്തേക്ക് വരുന്നതോ അല്ലെങ്കിൽ ഇവരുടെ എണ്ണം വർദ്ധിക്കുന്നതോ എനിക്കതിൻ്റെ കണക്കുകൾ കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ എങ്കിലും അങ്ങനെ ഈ മനുഷ്യന് മേൽ അല്ലെങ്കിൽ ഈ ആനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് വർദ്ധിക്കാനിടയായ എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് കണക്കുകളും മറ്റും പരിശോധിച്ചിട്ട് സർക്കാർ സംവിധാനങ്ങൾ ആ നിലക്കത് നിർത്താനുള്ള, ഈ മനുഷ്യരുടെ ജീവിതം ഇങ്ങനെ പൊലിഞ്ഞു പോകുന്നത് ഒഴിവാക്കാനുള്ള സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് ഏർപ്പെടുത്തേണ്ടതാണ്. അതാണ് എനിക്ക് എൻ്റെ ഇതിലൊരു പ്രശ്നം. വളരെ സജീവമായ പരിസ്ഥിതിവാദം നിലനിൽക്കുന്ന സൂക്ഷ്മമായ ഇടപെടലുള്ള ഒരു സംസ്ഥാനവും ഒരു പ്രദേശവുമാണ് കേരളം, മറ്റെല്ലാ വിഷയത്തിലും എന്നതുപോലെ. പക്ഷേ നമ്മളൊരു പ്രശ്നം, ഇതിപ്പോൾ നമ്മൾ മുമ്പൊക്കെ ഒരു 100 വർഷം മുമ്പ് നൂറുകണക്കിന് കാട്ടാനകളെയും 100 കണക്കിന് കടുവകളെയും 100 കണക്കിന് പുലികളെയും ഒരു വർഷം തന്നെ കൊന്നു തീർത്തിരുന്ന കാലമുണ്ട്. ഒരു 200 വർഷം മുമ്പുള്ള ചരിത്രം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിനിൽ പോളിന്റെ പുസ്തകത്തിൽ കേരളത്തിന്റെ ചരിത്രം, അതെ ആ പുസ്തകത്തിൽ സൂക്ഷ്മമായി അത് വിശദമായി പഠിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ ഇത് ഇത്രയും കൊന്നിരുന്നു, അങ്ങനെ വനത്തിലേക്ക് ആളുകൾ കയറിയിരുന്നു, വലിയ പ്രകൃതി നാശമുണ്ടായിരുന്നു, ഇതൊക്കെ വാസ്തവമാണ്. പക്ഷെ കഴിഞ്ഞ 100 വർഷമായി ഘട്ടം ഘട്ടമായി എടുത്തു നോക്കിയാൽ, ഇപ്പോൾ ഒരു 50 വർഷം മുമ്പ് വരെ അല്ലെങ്കിൽ ഒരു 60 വർഷം മുമ്പ് വരെ കുടിയേറ്റം വരെ ഉണ്ടായിരുന്നു നോക്കാം. അതിനുശേഷം ഇങ്ങോട്ട് നിയമങ്ങൾ വളരെ കർക്കശമായിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ മൃഗങ്ങളെ തേടി ആളുകൾ കാട് കയറുന്നതിൻ്റെ എണ്ണം വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. ആളുകൾ വനത്തിലേക്ക് കയറുന്നതല്ല, വനത്തിൽ നിന്ന് മൃഗം ഇപ്പോൾ എണ്ണം കൂടി ഇറങ്ങി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. കാരണം ഇപ്പോൾ ഞാൻ പലരോടും പറഞ്ഞാലേ, ആ ഡാറ്റ, അതായത് ആനകളുടെ എണ്ണം കൂടിയിരിക്കുന്നു അല്ലെങ്കിൽ മൃഗങ്ങളുടെ എണ്ണം കൂടിയതുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത് എന്നത് വസ്തുതാപരമല്ല എന്നാണ് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറിച്ച് അഭിപ്രായമുള്ള ആളുകൾ പറയുക. അല്ല, പക്ഷേ മറ്റ് വേറൊരു മൃഗത്തിൻ്റെ കണക്കെടുക്കണ്ട, കടുവയുടെ മാത്രം കണക്കെടുത്താൽ മതി. കാരണം ഒരു വനത്തിൻ്റെ നിലനിൽപ്പ് എങ്ങനെയാണ് എന്നത് സൂക്ഷ്മമായി ഇവരെല്ലാവരും വിലയിരുത്തി പറയുന്നത് എങ്ങനെയാണ്, കടുവ എത്ര എണ്ണമുണ്ട് എന്നുള്ളത് നോക്കിയാണല്ലോ. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഇവിടെ കടുവകളുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മുന്നിലുള്ള കണക്കുകൾ തന്നെയാണ് അതിന് തെളിവ്. അപ്പോൾ കടുവകൾ ഉണ്ടായിട്ടുള്ള പ്രഡേറ്റേഴ്സാണ് കടുവകൾ. അവർക്ക് വേട്ടയാടി പിടിക്കാൻ വേണ്ട മൃഗങ്ങൾ ഏതൊക്കെയാണ്?
ഈ പന്നിയും ഈ മാനും എല്ലാം വല്ലാതെ പെരുകിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഈ മൃഗങ്ങളെ വേട്ടയാടാവുന്ന ഒരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. അതുകൊണ്ടാണ് ഈ കടുവകളുടെയും എണ്ണം ഇങ്ങനെ പെരുകുന്നത് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഒരു കൗതുകരമായ ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ ഒരു ദിവസം രാവിലെ ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ പല ചർച്ചകൾ നടക്കുന്നതിനിടയ്ക്ക് ഒരു ചർച്ചയാണ് കേരളത്തിൽ ജീവിക്കാൻ കൊള്ളാവുന്ന ഏറ്റവും നല്ല സ്ഥലം ഏതാണ്. അപ്പോൾ എല്ലാവരും അവരവരുടെ സ്ഥലത്തെക്കുറിച്ച് ഇങ്ങനെ വാചാലരാകുന്നു. അപ്പോൾ ഏതോ ഒരു കുട്ടനാടുകാരൻ വന്നിട്ട് പറയുകയാണ്, കുട്ടനാടാണ് ഏറ്റവും നല്ല സ്ഥലം, വർഷത്തിലൊന്ന് വെള്ളം കയറുമെന്നേ ഉള്ളൂ, അപ്പോൾ വല്ല വള്ളത്തിലും കയറി ഇരുന്നാൽ മതി. അതല്ലാതെ ഇപ്പോൾ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമുണ്ടല്ലോ, ഏത് വന്യജീവി ആക്രമണം, അത് ഞങ്ങൾക്കില്ല എന്നുള്ളത് പറഞ്ഞ് അന്ന് ഞാൻ വണ്ടിയിൽ ഇവിടെ വരുമ്പോൾ നമ്മുടെ ബിഗ് ബ്രേക്ക് പോവുകയാണ്, കുട്ടനാട്ടിലും കാട്ടുപന്നി എന്ന്. കേരളത്തിൽ ഇപ്പോൾ ഈ കാട്ടുപന്നിയും ഇതൊന്നും ഇല്ലാത്ത മൃഗങ്ങളില്ലാത്ത വന്യമൃഗങ്ങളില്ലാത്ത സ്ഥലം തന്നെ ഇല്ലാതായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ എണ്ണക്കണക്ക് പരിശോധിച്ച് ആളുകൾ മനുഷ്യൻ രക്ഷപ്പെടുക എന്നുള്ളത് പ്രാഥമികമായ പരിഗണന തന്നെയാണ്. അതിൽ ഞാൻ അർച്ചനോട് യോജിക്കും. അതായത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടായി വന്നത്? ഇവരെല്ലാം കൊന്നു തിന്നിട്ടാണ്, അല്ലെങ്കിൽ കൊന്നില്ലാതാക്കിയിട്ടാണ്. ഞാൻ ആനയെയും കടുവയും എല്ലാം വെടിവെച്ച് കൊല്ലണം എന്നല്ല കേട്ടോ പറയുന്നത്, ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്നത് മനുഷ്യൻ എന്ന് വെച്ചാൽ എന്താണ് ഏറ്റവും ദുർബലനായുള്ള അഭിപ്രായം തന്നെയാണ് എനിക്ക്. ലോകത്ത് ഭൂമിയിലെ മുകളിൽ വസിക്കുന്ന ജീവികളുടെ ഏറ്റവും ദുർബലനായുള്ള ജീവി മനുഷ്യനാണ്. നമ്മൾ ഈ ഉടുതുണിയെല്ലാം മാറ്റിയാൽ ഒരു സുരക്ഷാ കവചവും നമുക്കില്ല. ജനിച്ചു വീഴുന്നൊരു കുട്ടിയെന്ന് വെച്ചാൽ അങ്ങേയറ്റം ദുർബലനാണ്, ഒരു ഉറുമ്പിനേക്കാൾ ദുർബലനാണ്. വളർന്ന മനുഷ്യനായാലും ഇപ്പോൾ പണ്ട് ഈ ആധുനിക ഇവർ ഹണ്ടർ ഗാദറേഴ്സൊക്കെ ആയിട്ട് നടന്ന കാലത്ത് എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇവർ ജീവിച്ചിരുന്നതെന്ന് വിചാരിക്കും നമ്മൾ. അതായത് ഇതിൻ്റെയൊക്കെ ഇടയിലൂടെ കഷ്ടപ്പെട്ട് മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഉടുതുണിയും മറ്റ് ആയുധങ്ങളും സംവിധാനങ്ങളും ഒന്നുമില്ലാതെ കല്ലുമൊക്കെ എടുത്ത് പെറുക്കിയിട്ടാണ് ഇവർ ജീവിച്ച് പോകുന്നത്. അപ്പോൾ എന്താ അവർ ചെയ്തിട്ടുണ്ടാവുക? മറ്റ് ഹിംസജീവികളെ കൊന്നുകളയുക, എന്നിട്ട് അവരുടെ മുട്ട തന്നെ തല്ലിപ്പൊട്ടിച്ച് കളയുക. കാരണം ഇവർ നിന്ന് കഴിഞ്ഞാൽ ഇപ്പം വലിയ ദിനോസറിൻ്റെ കാലത്തല്ല, അതിനുശേഷം ഉണ്ടാകുന്ന വലിയ വലിയ ഹിംസമൃഗങ്ങളുടെയൊക്കെ കാലത്ത് മനുഷ്യൻ മുന്നോട്ട് പോയത് ഇതിനെല്ലാം കൊന്നിട്ടാണ്. അപ്പോൾ നമ്മളങ്ങനെ കുറ്റബോധത്തോടെ വിചാരിക്കേണ്ട കാര്യമില്ല. മനുഷ്യനാണ് ആത്യന്തികമായിട്ടുള്ള കേന്ദ്രം. മനുഷ്യനാണ് ഇതിൻ്റെ കേന്ദ്രം. അത് നമ്മൾക്കതിന് ഓപ്പോസിറ്റായിട്ടൊരു വീക്ഷണം വെക്കാം. പക്ഷേ മനുഷ്യർ കൊന്നും തിന്നും ഇല്ലാതാക്കിയാണ്, അല്ലെങ്കിൽ മനുഷ്യരുണ്ടാവില്ലായിരുന്നു, മറ്റു ജീവികൾ ഭൂമിയുടെ മുകളിലൂടെ ഇങ്ങനെ നടന്നേനെ. പക്ഷേ എന്നിരുന്നാലും ആനയെയോ കടുവകളെയോ ഒക്കെ എല്ലാത്തിനെയും തിന്ന് തീർക്കുക അല്ലെങ്കിൽ കൊന്നു തീർക്കുക എന്നുള്ളതല്ല കാര്യം. പക്ഷേ എല്ലാ രാജ്യങ്ങളും, ആധുനികമായുള്ള എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ കള്ളിങ് നടത്തുക, ഒരു പരിധിക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അതിൻ്റെ എണ്ണം കൃത്യമായിട്ട് എടുത്തിട്ട് എത്ര എണ്ണത്തിനെ കൊന്നു തീർക്കണമെന്ന് കണക്കാക്കി അതിനെ കൊന്നില്ലാതാക്കുകയാണല്ലോ ചെയ്യാല്ല. ഞാൻ പറയുന്ന ആനകളുടെ കാര്യമല്ല കേട്ടോ, എനിക്ക് മറ്റേ ഈ മുള്ളൻപന്നി അല്ലെങ്കിൽ കാട്ടുപന്നി പോലുള്ള സംവിധാനങ്ങൾ. ഈ സാമൂഹ്യ സൂചികകളെല്ലാം എടുത്ത് പരിശോധിച്ചിട്ട് കേരളം എപ്പോഴും വളരെ അഭിമാനത്തോടെ കേരളത്തിൻ്റെ നേതൃത്വങ്ങളെല്ലാം ആവർത്തിച്ച് അവതരിപ്പിക്കുന്ന എന്താണ്, നമ്മൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾക്ക് സമാനമാണ് നമ്മുടെ ഈ സൂചികകളെല്ലാം. ഏത് കാര്യം എടുത്തു നോക്കിയാലും, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എടുത്ത് നോക്കിയാലും, മറ്റ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഒരു ഇടപെടൽ നോക്കിയാലും, ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഇടപെടൽ നോക്കിയാലും ഒക്കെ നമ്മൾ വളരെ മുന്നിലാണ്. നമ്മൾ ഈ പൊതു ഇന്ത്യൻ സാഹചര്യത്തോട് ചേർത്ത് വേണ്ട വായിക്കേണ്ടത്, നമ്മളെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ സ്വഭാവത്തിൽ വേണം കാണാൻ. അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ നേതൃത്വം ഒറ്റക്കെട്ടായി പൊരുതേണ്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറഞ്ഞ പക്ഷം അവിടെ എങ്ങനെയാണ് ഇത് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് എന്ന് കൂടി പരിശോധിക്കണമല്ലോ. അവിടെ ഇത് പ്രാദേശികമായി അപ്പോഴും എനിക്ക് സംശയം, അതായത് ഇപ്പോൾ അവിടങ്ങളിലൊക്കെ ഉള്ളത്രക്ക് വലിയ ഭീഷണിയായിട്ട് നമ്മുടെ നാട്ടിലെ ഈ അതിനേക്കാൾ വലിയ ഭീഷണി. കാരണം അവിടെ പരമാവധി വന്നു കഴിഞ്ഞാൽ ഈ കരടിയും വലിയ മാനുകളും അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഇവിടെ കാട്ടുപന്നികളുണ്ടാവും. അതായത് ആനയുടെയും കടുവയുടെ കാര്യത്തിൽ അങ്ങനെ അല്ലാണ് വെല്ലുവിളിയാണ്. അതിന് എങ്ങനെയാണ്? തീർച്ചയായും എനിക്ക് ആ കാര്യത്തിൽ കൃത്യമായ പക്ഷമുണ്ട്. എനിക്ക് തോന്നുന്നു അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് നേരത്തെ പറഞ്ഞ വിനിൽ പോളിന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കാം. അത് രസകരമായിരിക്കും. 1959 ആനകളെ കൂട്ടത്തോടെ കൊന്നതിനെ പറ്റിയിട്ട് വിനിൽ പോളിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് അതിങ്ങനെയാണ്: ആദ്യകാലത്ത് ആനകൾ കൂട്ടത്തോടെ വന്ന് കൃഷി നശിപ്പിച്ചിരുന്നത് നിത്യസംഭവമായിരുന്നു. പാട്ടകൊട്ടിയും പടക്കം പൊട്ടിച്ചും ആനകളെ പാണ്ടിക്കാട്ടിലേക്ക് വിരട്ടി ഓടിക്കുന്നത് നിത്യസംഭവമായിരുന്നു. എന്നാൽ ശല്യം സഹിക്കാതെ വന്നപ്പോൾ കുറച്ച് ആളുകൾ ചേർന്ന് ആനകളെ വിരട്ടി വെട്ടി മടക്ക് കിഴക്ക് വശം പാണ്ടിക്കാട്ടിലിറക്കുകയും 2 ആൾ പൊക്കമുള്ള എഴുകും കാടായിരുന്ന ഈ പ്രദേശം ആന രക്ഷപ്പെടാത്ത വിധം ചുറ്റും തീയിടുകയും ചെയ്തു. ക്രൂരതയാണ്. തീയിൽ ആന വെന്ത് ചാവുന്നത് കാണാൻ വേണ്ടി തീയിടാൻ കൂടിയ 2 പേർ കാട്ടിലുള്ള ഒരു വലിയ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. ഇവർ മരത്തിൽ കയറാൻ തുനിഞ്ഞപ്പോൾ ശക്തമായി പിന്തിരിപ്പിച്ചിട്ടും അത് വകവെക്കാതെ മരത്തിൽ കയറുകയാണ് ഉണ്ടായത്. എല്ലാ വശത്തു നിന്നും തീ ആളി വന്നപ്പോൾ ആനകൾ രക്ഷപ്പെടാൻ കഴിയാതെ തീയിൽ അകപ്പെടുകയും ഏകദേശം 17ഓളം ആനകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുകയും ചെയ്തു. ആനകളുടെ വേവ് മണം വളരെ അകലങ്ങൾ വരെ അനുഭവപ്പെട്ടിരുന്നു. ആനകളെ കാണാൻ കയറിയവരും തീയിലകപ്പെട്ട് മരത്തിൽ നിന്ന് താഴെ വീണ് പൊള്ളലേൽക്കുകയും ഒരാൾ സംഭവസ്ഥലത്ത് തന്നെ മരിക്കുകയും ചെയ്തു. തീയിട്ട സംഭവത്തിന് കേസുണ്ടായിരുന്നു. മൃഗയ കേരളത്തിൻ്റെ നായാട്ട് ചരിത്രം, വിനിൽ പോൾ അതിൻ്റെ
14-ാം പേജിലുള്ള ഒരു സംഭവം മറ്റൊരു പുസ്തകത്തിൽ കോട്ട് ചെയ്തതാണ്. അതാണ് ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ നടന്നിട്ട് ഇത് 200 വർഷങ്ങൾ മുമ്പ് 100 വർഷമോ 200 വർഷമോ മുമ്പുള്ള സാഹചര്യമാണ്. ഞാൻ 1959 1959 അത്രയ്ക്ക് ആയിട്ടില്ല. ഇത് ഈ സംഭവം നടന്നിട്ടുണ്ട്. അത് കുടിയേറ്റ കാലത്തായിരിക്കും, കുടിയേറ്റ കാലത്ത് അത് നടന്നിട്ടുണ്ടാവാം. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോൾ സാഹചര്യം എന്തായാലും മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത് ആധുനിക മനുഷ്യൻ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യുന്നോ അത് പഠിച്ച് അതിനനുസരിച്ച് കൈകാര്യം ചെയ്യാൻ നമ്മളും ആലോചിക്കണമെന്ന് തന്നെയാണ്. ഇതുപോലെയല്ല കൈകാര്യം ചെയ്യേണ്ടത്, ശാസ്ത്രീയമായിട്ടാണ്. തീർച്ചയായും 2006 സനീഷ, ഞാനത് നേരത്തെ പറഞ്ഞു, 2006 46 കടുവകൾ ഉണ്ടായിരുന്നു എന്നാണ് കേരളത്തിലെ കണക്ക്. കേരളത്തിലെ കാടുകൾ 2010 എത്രയാണെന്നറിയാവോ? കടുവകളുടെ എണ്ണം ഏകദേശം 71 2023 ആയപ്പോഴേക്കും അത് 213 സർക്കാർ കണക്കുകൾ പറയുന്നത്. ആരോഗ്യമുള്ള കാടിൻ്റെ ലക്ഷണം കടുവകളുടെ എണ്ണമാണത്രേ. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ട് കൊണ്ട് കേരളത്തിലെ കാടുകളുടെ ആരോഗ്യം നന്നായി വർദ്ധിച്ചിട്ടുണ്ട്. ഇരപിടിയന്മാരായ കടുവയ്ക്കും പുലിക്കുമൊക്കെ അധികം അധ്വാനിക്കാതെ തന്നെ ജീവിക്കാൻ മാനിൻ്റെയും പന്നിയുടെയും വൻ പട തന്നെയുണ്ട്. വന്യമൃഗങ്ങളുടെ അനിയന്ത്രിതമായ പെരുപ്പം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അധികൃതർ ഇടപെടണം. അതിപ്പോൾ നിയന്ത്രിത വേട്ടയാടലാണ് പരിഹാരമെങ്കിൽ അതിനുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ തേടാൻ കേരളം ശ്രമിക്കണം. കേന്ദ്ര നിയമമാണ് തടസ്സമെങ്കിൽ കേരളം സമരം ചെയ്യണം. കഴിഞ്ഞ 2 മാസത്തിനിടെ കാട്ടാന ആക്രമണത്തിൽ കേരളത്തിൽ കൊല്ലപ്പെട്ടത് 11 പേരാണ്. അവരിലേറെയും ആദിവാസികളും തൊഴിലാളികളുമാണ് എന്നുകൂടി ഓർക്കണം. ലോകത്തെ ഏറ്റവും വലിയ നഗരമെന്ന് കേരളത്തെ വിശേഷിപ്പിക്കാമെന്ന് കഴിഞ്ഞ ദിവസം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറയുന്നത് കേട്ടു. കടുവയും പുലിയും ഇറങ്ങി നടക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ നഗരമാവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ലാതെ ആശ്വാസത്തിനൊരു മാർഗം തൽക്കാലം മുന്നിലുണ്ട് എന്ന് തോന്നുന്നില്ല.